ഹായ് എവരിബഡി, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു ക്യാൻഡിൽസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു സ്ട്രാറ്റജി അതിൻ്റെ പേരെന്ന് പറയുന്നത് ബ്ലോ ഓഫ് ക്യാൻഡിൽ സ്ട്രാറ്റജി എന്നാണ്. ബ്ലോ ഓഫ് ക്യാൻഡിൽ സ്ട്രാറ്റജി. സോ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിൽസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന അതിന് കണ്ടുപിടിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരുപാട് തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇതിനകത്തില്ല. വേറെ ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല. 2-3 കണ്ടീഷൻസേ ഉള്ളൂ. ആ 2-3 കണ്ടീഷൻസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് നമുക്ക് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ബ്ലോ ഓഫ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലോ ഓഫ് ക്യാൻഡിൽ എന്താണ് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ടെക്നിക്കലി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ബ്ലോ ഓഫ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺസ് അനുസരിച്ച് ബ്ലോ ഓഫ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ മൂവ്മെൻറ്റ്, അത് അപ്പ് മൂവ്മെൻ്റ് ആവാം, മേ ബി റിവേഴ്സൽ ആവാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ മൂവ്മെൻറ്റ് കൂടി ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് ബ്ലോ ഓഫ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിലിന് ഒരു ലോങ് ബോഡി ഉണ്ടാവും, അതേപോലെ തന്നെ ചെറിയ 2 വിക്കുകളും ഉണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ ഒരു നമ്മളൊരു ക്യാൻഡിൽ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ഏതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഫോം ചെയ്യുന്നത്, വിത്ത് എ ലാർജ് ബോഡി ആൻഡ് വിത്ത് എ സ്മോൾ വിക്സ്. ഓക്കെ, സോ നമുക്കറിയാം പല ക്യാൻഡിൽസ് ഉണ്ട്, ഇതേപോലത്തെ ക്യാൻഡിൽസ് ഉണ്ട്. അതിനൊരു പിൻ ബാർസ് ഉണ്ട്, ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഹാമേഴ്സ് ഉണ്ട്, ഡോജി ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് ഒന്നുമല്ല, ഇതേപോലത്തെ ക്യാൻഡിൽസ് വലിയൊരു ബോഡി വിത്ത് സ്മോൾ വിക്സ് ഫോം ചെയ്യുന്ന ക്യാൻഡിൽസിനെയാണ് ബ്ലോ ഓഫ് ക്യാൻഡിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ആ ഒരു കണ്ടീഷൻസ് അനുസരിച്ച്, ഇനി പറയാൻ പോകുന്ന ആ ഒരു കണ്ടീഷൻസ് അനുസരിച്ച് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രം ആണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ നമ്മളിത് നോക്കിയപ്പോൾ, ഇനി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മാസത്തിൽ 3-4 പ്രാവശ്യം മാത്രമാണ് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽസ് ഫോം ആവുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നമ്പേഴ്സ് ഓഫ് ടൈം ഫോം ചെയ്യുന്ന ആ ഒരു സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഫോം ചെയ്യുമ്പോഴെല്ലാം വളരെ എഫിഷ്യൻ്റായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ഇൻട്രാഡേ ബേസിസിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ബൈ ചെയ്യുകയാണ്, സോ ഇന്നും നാളെയും നെക്സ്റ്റ് ഡേ ഹോൾഡ് ചെയ്യുന്ന രീതിയിലോ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം നമ്മൾ പറയുകയാണെങ്കിൽ 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്, 30 മിനിറ്റ്സിൻ്റെ. ഓക്കെ, ദെൻ ഇതിന് തന്നെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡ് ലൈൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ, അതിന് മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്നുള്ള റിവേഴ്സൽ പോയിന്റിൽ ആണ് നമ്മളിവിടെ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ, ഇനി മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യുന്ന ട്രേഡ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻസ് അല്ല, ട്രേഡ് ലൈൻസിൻ്റെ അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് എടുക്കാം. അതേപോലെ തന്നെ മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിനെ റിവേഴ്സൽ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ 2-3-4 എക്സാമ്പിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർച്ച് 10 ആൻഡ് ഇന്നത്തെ ദിവസം റെക്കോർഡിംഗ് ദിവസം എന്ന് പറയുന്നത് 22 മെയ് ആണ്. സോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ക്യാൻഡിൽ പോലും അതേപോലെ കാണാൻ എനിക്ക് സാധിച്ചില്ല. സോ അതിന് മുമ്പ് ലാസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു ക്യാൻഡിൽ കാണാൻ സാധിച്ചത് ഇവിടെയാണ്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് നോക്കിയാണെങ്കിൽ ഒരു മേജറായിട്ടുള്ള ഒരു ട്രേഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ടാകും. അതിന് ആ ഒരു ട്രേഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ ഒരു ചെറിയ വിക്ക് അതിൻ്റെ ചെറിയ അപ്പർ വിക്ക് ഇല്ലെന്ന് തോന്നുന്നു, ചെറിയൊരു ലോവർ വിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് ചെറിയൊരു വിക്ക് നമുക്ക് അവിടെ കാണാം. സോ ആ ഒരു വിക്ക് ഫോർമേഷൻ ചെയ്തു, ആൻഡ് ഇറ്റ്സ് എ വെരി വെരി ലാർജ് ബോഡി. സോ ഈ ഒരു ക്യാൻഡിലിന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ എപ്പോഴും തന്നെ ഒരു 100 പോയിൻറ്റ് 150 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 200 പോയിൻറ്റിൻ്റെ അടുത്തൊക്കെ ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്.
സോ നമ്മുടെ ഈ ഒരു ക്യാൻഡിലിൽ മിനിമം 300 ആൻഡ് എബവ് പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് ഉണ്ടാവണം. പിന്നെ സിംഗിൾ 30 മിനിറ്റ്സ് ക്യാൻഡിലിൽ മിനിമം 300 ആൻഡ് എബവ് മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടണം. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ തുടങ്ങി ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 386 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 300 മുകളിൽ എത്രത്തോളം നമുക്ക് ആ മൂവ്മെൻറ്റ് കൂടുന്നു അത്രത്തോളം നമ്മുടെ ആക്യുറസി കൂടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതിനകത്ത് 386 പോയിൻ്റാണ് നമുക്ക് ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ഇതൊരു സെല്ലിങ് സൈഡ് ആയതുകൊണ്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ദെൻ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൊസിഷൻസ് എടുക്കുമെന്നുള്ളൂ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 40,404 ആണ് ഇതിൻ്റെ ഒരു സ്പോട്ട് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സ്പോട്ട് പ്രൈസിൻ്റെ 1% മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് 40,040 രൂപയുടെ 1% 404 രൂപ അല്ലെങ്കിൽ 400 രൂപ നിങ്ങൾക്ക് കൂട്ടാം. 400 രൂപയുടെ അടുത്താണ് പോയിന്റ് നമ്മൾ ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റായിട്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം 400 അല്ല അതിൽ കൂടുതൽ ഏതാണ്ട് 1240 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്കിതിന് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളൊരു അറ്റ് ദ മണി ആണ് ഇതിനകത്ത് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അറ്റ് ദ മണി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മിനിമം 1 സ്ട്രൈക്ക് എബോവ് അറ്റ് ദ മണി, അതായത് മിനിമം 1 സ്ട്രൈക്ക് ഇൻ ദ മണിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മേജറായിട്ടുള്ള ഈ ഒരു എക്സാമ്പിളിൽ മേജറായിട്ടുള്ള ട്രേഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. സോ ഈ ഒരു ട്രേഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ പിന്നെ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ നമുക്ക് 386 പോയിൻറ്റിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് കിട്ടി. ആ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു. ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടു. ദെൻ അപ്പോഴത്തെ സ്പോട്ട് പ്രൈസിന് 1% ടാർഗറ്റാണ് നമുക്ക് വേണ്ടിയിരുന്നത്. സോ ആ 1% നമുക്ക് ഓൾറെഡി കിട്ടി. ദെൻ അപ്പോഴത്തെ നിങ്ങളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവണമെങ്കിൽ എക്സിറ്റ് ആവാം. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അഗെയിൻ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ഒരു മേജറായിട്ടുള്ള ഒരു ട്രേഡ് ലൈനാണ്. ആ ഒരു ട്രേഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കിട്ടി. സോ ആ ഒരു ക്യാൻഡിലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 349 പോയിൻറ്റിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയാകും. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. വിത്ത് ഫുൾ ബോഡിയാണ്, വിക്കില്ല, ബട്ട് ഫുൾ ബോഡി. സോ ഇങ്ങനെയുള്ള ക്യാൻഡിൽസാണ് നമുക്ക് വേണ്ടത്. സോ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടി ഒന്ന് ഒരു ആസ് എ ഓപ്ഷൻ സെല്ലർ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സോ ഇവിടെ നമുക്കറിയാം ഒരു പൊസിഷൻസ് ഒരു ഏരിയയിൽ കുറച്ച് നാൾ ഒരു 4-5 ദിവസം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ബിൽഡ് ചെയ്തു. ഒരുപാട് സെല്ലേഴ്സ് ബയേഴ്സ് ഈ ഒരു മാർക്കറ്റിൽ വന്നു. ദെൻ അഗെയിൻ ആ ഒരു ട്രേഡ് ലൈൻ ആണ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് PE റൈറ്റേഴ്സ് പുട്ട് റൈറ്റേഴ്സ് അവിടെ ആക്റ്റീവായിട്ടുണ്ടാകും. ബട്ട് ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൽ ഇത്രയും പുട്ട് റൈറ്റേഴ്സിൻ്റെ എല്ലാവർക്കിടെയും തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും അതിന് അവർക്ക് ആ ഒരു ഇത്രയും വലിയ മൂവ്മെൻറ്റ് ഇതിൻ്റെ സിംഗിൾ ക്യാൻഡിൽ വന്നുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. സോ അവിടെ സെല്ലേഴ്സ് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. സോ ആ ഒരു ട്രാപ്പിംഗ് ആണ് നമ്മൾ പോലെയുള്ള സാധാരണക്കാരായ ബയേഴ്സ് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എടുത്ത് അതിനകത്ത് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് പൊസിഷൻസ് ക്ലോസ് ആവുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് സഡൻ മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് അവിടെ. സോ ഈ ഒരു കാര്യത്തിൽ 349 പോയിൻ്റാണ് നമുക്ക് ഒരു ഹൈ ലോ നമുക്ക് കിട്ടിയത്. ദെൻ അഗെയിൻ നമ്മുടെ ആ ഒരു സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 42,399 ആണ്. സോ 423 രൂപയാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ വളരെ ഈസി ആയിട്ട് അറൗണ്ട് 714 അടുത്ത് 1:2 അടുത്ത് തന്നെ നമുക്ക് സിംഗിൾ ഡേയിൽ നമുക്കൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി,
വളരെ ഒരു കൺഫ്യൂഷൻസ് വേണ്ട. ജസ്റ്റ് ഒരു ട്രെയിൽ ലൈൻ ഡ്രോ ചെയ്യുക, അതിന് സപ്പോർട്ട് റെസിസ്റ്റൻസ് മേജറായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണോ എന്ന് നോക്കുക. അത് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാം. ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ദെൻ അഗെയിൻ മാർക്കറ്റ് മൂവ് ചെയ്യാൻ നോക്കി, ഫോൾ വന്നു. ദെൻ അഗെയിൻ ആ ഒരു ഏരിയയിൽ വീണ്ടും മാർക്കറ്റ് എത്തി. സോ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാം, ഇവിടെ ക്യാൻഡിലിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വിത്ത് ഒരു ലോങ് വിക്ക്, അപ്പർ സൈഡിലുള്ള ലോങ് വിക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ അടുത്ത ഈ ഒരൊറ്റ ക്യാൻഡിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്യാൻഡിൽ കണ്ടോ, ചെറിയ 2 വിക്സ് വിത്ത് എ ഗുഡ് ബോഡി. ഓക്കെ, സോ അതിൻ്റെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ 655 പോയിൻ്റാണ് നമുക്ക് അതിനകത്ത് കിട്ടിയിരുന്നത്. സോ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിലിൽ പ്രീവിയസ് ഉണ്ടായിരുന്ന 1 മണിക്കൂർ ക്യാൻഡിൽസ് ഫുൾ ഏതാണ് കവർ ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു ബിഗ് മൂവ്മെൻറ്റ് വന്ന എല്ലാ ബയേഴ്സും അവിടെ ട്രാപ്പ് ആവുന്നതായിരിക്കും. സോ ആ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുത്തു. 441,269 ആയിരുന്നു സ്പോട്ട് പ്രൈസ്. സോ 412 അടുത്ത് നമുക്ക് ടാർഗറ്റ് വേണമായിരുന്നു. സോ അറൗണ്ട് നമുക്ക് ഇവിടം വരെ നോക്കുകയാണെങ്കിൽ പോലും 918 രൂപയുടെ അടുത്ത് ടാർഗറ്റ് നമുക്ക് ഈസി ആയി കിട്ടി. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഫെബ്രുവരിയിൽ നോക്കുകയാണെങ്കിൽ ആകെ എനിക്ക് തോന്നുന്നത് ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയത്, ഫെബ്രുവരി മാസത്തിൽ. അതേപോലെ മാർച്ചിൽ നോക്കുകയാണെങ്കിൽ ഒരേ ഒരു പ്രാവശ്യമാണ് നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയത്. ജനുവരി മാസത്തിൽ എനിക്ക് തോന്നുന്നത് 2 പ്രാവശ്യം നമുക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടി ചെയ്യാനായിട്ട്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോൾ ഓൾറെഡി ഒരു ചെറിയ ഡൗൺ ട്രെൻഡിലായിരുന്നു. ദെൻ അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വീണ്ടും എത്തി. ഫസ്റ്റ് ടൈം എത്തിയപ്പോൾ ഒരു ഫോൾ വന്നു, സെക്കൻഡ് ടൈം എത്തിയപ്പോൾ റീട്രേസ്മെൻറ്റ് വന്നു. ബട്ട് തേർഡ് ടൈമിൽ ഈ ഒരു റീട്രേസ്മെൻറ്റിനെ ഞാൻ ഈ ഒരു ഇവിടെ ബിൽഡ് ചെയ്ത ഈ ഒരു എം പാറ്റേൺ ബ്രേക്കായി വളരെ വലിയൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുകയുണ്ടായി. സോ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാം, അതിൻ്റെ ഒരു സൈസ് ആൻഡ് ഷേപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ തന്നെ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. സോ ഈ ഒരു ഉദ്ദേശിച്ച പോലത്തെ തന്നെ ക്യാൻഡിലാണോ ഫോം ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലോവർ വിക്ക്, അപ്പർ ആൻഡ് ലോവർ വിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 450 പോയിൻറ്റിൻ്റെ അടുത്ത് വരും. ഇവിടെ 42,290 സോ 422 പോയിൻ്റാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇവിടെ നമുക്ക് 450 പോയിൻറ്റിൻ്റെ അടുത്ത് വളരെ ഈസിയായി കിട്ടി. ദെൻ അഗൈൻ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഫെയിലിയർ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. സോ നമ്മൾ ഡ്രോ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മേജറായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ. സോ നമ്മുടെ സ്റ്റഡി അനുസരിച്ച് സപ്പോസ് ഇവിടെയാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇതേപോലെ ഈ ഒരു ബ്രേക്ക് ഔട്ടിനാണ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണോ. ബട്ട് ഇവിടെ സംഭവിച്ചത് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ആണ് ഇങ്ങനത്തെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ ഒരു ഏരിയയിലാണ് ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നതെങ്കിൽ അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഈ ഒരു ഏരിയയിൽ എല്ലാ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ ഒരു ബിഗ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പൊസിഷൻസ് ബിൽഡ് ചെയ്ത എല്ലാവർക്കും തന്നെ അവർക്കടെ പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിട്ടുണ്ട്. സോ ആ ഒരു സഡൻ ക്ലോസിങ് കൊണ്ട് ആ ഒരു കാരണം തന്നെ ആ ഒരു റീസൺ കൊണ്ട് തന്നെ മാർക്കറ്റ് വേഗത്തിൽ മൂവ്മെൻറ്റ് നടത്തുക ചെയ്യും. ബട്ട് ഇവിടെ സംഭവിച്ചത് ആ ഒരു സെല്ലേഴ്സിൻ്റെ അടുത്തെത്താറാകുമ്പോഴാണ് ഇവിടെ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടായത്. സോ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ദെൻ അഗെയിൻ അവിടുന്ന് പ്രൈസ് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് ദെൻ അഗെയിൻ താഴേക്ക് ഫെയിൽ ആവുകയുണ്ടായി. ഓക്കെ, സപ്പോസ് ഈ ഒരു ഏരിയ സപ്പോർട്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു, ജസ്റ്റ് അസ്യൂം ചെയ്യുക ഈ ഏരിയ സപ്പോർട്ടായിരുന്നു എന്ന്. ദെൻ അഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് വരുന്നു, ഇങ്ങനെ വരുന്നു. ദെൻ അഗെയിൻ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ക്യാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആക്ച്വലി നമുക്കൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, ബട്ട് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്യാതിരുന്നത് പ്രീവിയസ്ലി നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സോ ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് ടൈം റീട്രേസ്മെൻ്റ് ആണ്, ബട്ട് ഈ ഒരു സെക്കൻഡ് ടൈം റീട്രേസ്മെൻറ്റിൽ ഇവിടെ ഇതേപോലെ ക്യാൻഡിൽ ഉണ്ടാവുകയാണ് തീർച്ചയായും നമ്മൾ അതിന് കൺസിഡർ ചെയ്യുമായിരുന്നു. ഇനി നമുക്കറിയാം, നമ്മൾ ഏതൊരു ട്രേഡ് എടുത്താലും പൊസിഷൻ സൈസിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ 400 തുടങ്ങി 600 പോയിൻ്റൊക്കെ കവർ സ്റ്റോപ്പ് ലോസ് ഇടുക എന്ന് പറയുമ്പോൾ
ടാർഗറ്റ് നമുക്ക് അതേപോലെ കിട്ടും. ബട്ട് ആ ഒരു എപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു അസംഷൻ തെറ്റായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ സൈസിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡ് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഒരു പ്രോബിലിറ്റിയാണ്. ആർക്കും പ്രത്യേകിച്ച് ഒന്നും തന്നെ വ്യക്തത പറയാൻ സാധിക്കുന്നില്ല. സോ പ്രോബിലിറ്റി ജയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പൊസിഷൻ സൈസിങ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിവാർഡ് കിട്ടുകയും, പ്രോബിലിറ്റി തെറ്റായിരിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ലോസ് ഉണ്ടാവുകയും ചെയ്യും. സോ അതാണ് നമ്മൾ ഓൾ ഓവർ ലോങ് ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.